രാവിലെ തന്നെ ഈ പാട്ട പറക്കി ഈ പാട്ടയും കൊണ്ട് എങ്ങോട്ടാണ് പോകണമെന്നാണ് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ ഇത് ബക്കറ്റ് ചിക്കൻ ആണ്. എന്നാ പിന്നെ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. മുടിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്ന കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്നും വെക്കാൻ പറ്റില്ല. ദേണ്ട ഇതുപോലെ ക്ലിപ്പ് ഇടണം, ഇല്ലെങ്കിൽ ചൂടെടുത്ത് ചാകും കേട്ടോ. ദേണ്ട കണ്ടില്ലേ, ഒരു ബക്കറ്റിനകത്ത് ഒരു കവർ, ആ കവർ നിറച്ച് ചിക്കൻ പീസുകൾ. എന്റെ അമ്മയ്ക്ക് ബക്കറ്റിനകത്തുള്ള ചിക്കൻ കിട്ടില്ലെങ്കിൽ ഈ ബക്കറ്റ് തന്നെ ധാരാളം മുളക് പൊടി മല്ലിപ്പൊടി ഇടാനേ. ഞാൻ എന്ത് ചെയ്യാണെന്ന് അറിയാൻ വേണ്ടിട്ട് ദേ ശീതമുത്തശ്ശി ഒരു കണ്ണടയൊക്കെ വെച്ചോണ്ട് വന്ന് നിൽപ്പുണ്ടേ. ഇത് ഞാൻ ഇപ്പൊ മേടിച്ചൊരു ഗ്ലാസിന്റെ പാത്രമാണ്. ഇത് ഗ്യാസിലും വെക്കാം ഓവനിലും വെക്കാന്നൊക്കെയാണ് പറഞ്ഞത്. ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോൾ വലിയ പാത്രമായിട്ട് തോന്നിയെങ്കിലും മേടിച്ചപ്പോൾ ഒരു മാങ്ങാണ്ടി കുഞ്ഞു പാത്രം. ഇനി അങ്ങോട്ടുള്ളതെല്ലാം നല്ല ഈസി പരിപാടിയാണ്. നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ ദേണ്ട ഈ ചിക്കൻ പീസുകൾ ഇട്ട് ഒരു 3 മിനിറ്റ് അത്രേ ഉള്ളൂ, സാധനം റെഡി കേട്ടോ. ഇത് ഞാൻ ഈ ഇടയ്ക്ക് ബിസ്മിയിൽ പോയപ്പോൾ അവിടെ ഓഫറിന് കണ്ടായിരുന്നു, അതുകൊണ്ട് മേടിച്ചതാണേ. അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിച്ചു നോക്കിയെങ്കിലും എന്റെ അണ്ണാക്ക് വരെ പൊള്ളു പോയി. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. KFC ചിക്കൻ ദേണ്ട ടൊമാറ്റോ സോസിൽ മുക്കി അടിക്കാൻ വേണ്ടിട്ട് കൊതിയും പിടിച്ച് ഇവിടെ 2-3 പേര് എന്നെ നോക്കി ഇരിപ്പുണ്ട് കേട്ടോ. അച്ഛൻ സാധാരണ ഇങ്ങനത്തെ അൽക്കൂലത്തെ സാധനങ്ങൾ ഒന്നും കഴിക്കാത്തതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേ കൊതിയും പിടിച്ച് അച്ഛനും കഴിക്കുന്നുണ്ടേ. ടേസ്റ്റ് ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഒരു പൊടിക്ക് ഉപ്പ് കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ടേ. ശീതൂട്ടി ഒരു ചിക്കൻ പീസ് എടുത്ത് ഒരു ഒറ്റ കടി ദേണ്ട വായും പൊള്ളിയിട്ടുണ്ടേ. അപ്പൊ ടാറ്റ ബൈ, സീ യു.